കണ്ണാറ്റിയെ വിളിക്കുക സ്വത്ത്. ചിലപ്പോൾ കണ്ണാറ്റിക്ക് ദേഷ്യം വന്ന് രണ്ടെണ്ണം കിട്ടുകയും ചെയ്യും. അവിടെ ഇരുന്നോ, അതാണ് സേഫ്. ഓക്കെ കണ്ണേട്ടാ, കണ്ണാ, അമ്പോ നീക്ക് ഫാൻസി ഡ്രസ്സല്ലേ ഇന്ന് പോണ്ടേ? നീക്ക് തലമുട്ടും ഇനി കയറിപ്പോയാ. നീക്ക് എണീക്കുമാ, ബാക്കി വന്നിട്ട് ഉറങ്ങാം, ഉച്ചയ്ക്ക് ഉറങ്ങാം കേട്ടോ. അതാരാ എണീറ്റിരിക്കുന്ന നോക്ക്. ലവ് യു. അപ്പോ തൂകല്ലേടാ, പതുക്കെ എണീക്ക്. ഓ കഴിഞ്ഞു. ആ നീക്കിയാ തമ്പുരാറ്റിയെ. തമ്പുരാട്ടി പിന്നെ നേരത്തെ കാലത്തെ ഹാജരായിക്കോളും. ഇന്നലെ വൈകിട്ട് വിളിച്ചോണ്ടേ കണ്ണാ, ഇന്നിപ്പോ മേല് കഴിക്കാൻ മതി രാവിലെ. എവിടേക്കാ എവിടേക്കാ? ഗുഡ് മോർണിംഗ്. തെത്തുമ്മ വരൂ, അമ്മ എടുക്കാം. ബാ, ഏട്ട കണ്ടില്ലേ, ആദ്യം അമ്മ കെട്ടിപ്പിച്ചു, എന്നിട്ട് എനിക്ക് ബാ ട്രോഫീനെ അച്ഛ ഏൽപ്പിക്കാട്ടാ. വാ വാ. ഗുഡ് മോർണിംഗ്. ഇന്ന് ചോറ് അന്നെ ചോറിന് കൊണ്ടുപോകണ്ട. അമ്മ സ്നാക്സും വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതാ യൂണിഫോം ഡ്രസ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാക്കായിട്ട് എപ്പോഴൊന്നും എടുത്തോ. വേഗം നിന്നെ മേലെ കഴിച്ചിട്ട് വേണം എനിക്ക് കുളിപ്പിക്കാൻ. കുളിക്കാൻ പല്ലിക്കല്ലേ? എന്താണ് ഷർട്ടും കൂടെ ഒരു അസ്ഥി കൂടെ കണ്ണാ. നീ പല്ലിച്ചിട്ട് വിളിക്കിട്ടാ. അമ്മ മേലെ കഴിയാൻ വേണേ അടയ്ക്കണം. പിടിച്ചോ പിടിച്ചോ, ഒരു മിനിറ്റ്. വിളിക്കട്ടാ, ഞാൻ മേലെ കഴിച്ചു തരാം. നിന്റെ കാട്ടിക്കൂടലൊന്നും നടക്കില്ല. എവിടെയാട്ടെ സൗണ്ട് കേൾക്കുന്നുണ്ട് നല്ല പോലെ. ആ അതാലേ അവരുടെ വീട്ടിൻ്റെ മോനെ. പക്ഷെ അന്ന് നല്ല പീയുള്ള മയിൽ വന്ന് പെടുക്കായിരുന്നു. എനിക്ക് കുമ്മിമണി ഒരു പല്ലൊക്കെ കണ്ടുപോ ചിരിക്കുമ്പോ. ഓയ് ചേച്ചി എവിടെ? ചേച്ചി പോയി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞോ? അവിടെ ഉണ്ടോ? ഹൈഫൈ ഹൈഫൈ. അയ്യോ സോറി. ഹൈഫൈ ഹൈഫൈ. അങ്ങോട്ട് ഹൈഫൈ ഹൈഫൈ ഹൈഫൈ. വെരി ഗുഡ്. So playing is playing is playing is ഇല്ല. മോശം. വിക്രമാദിത്യനും വേതാളം കൂടെ എവിടേക്കാ? അപ്പം വേഗം പോയി കുളിക്കണം. നിങ്ങൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ കുളിക്കാൻ, എന്നിട്ട് ഞാൻ ഡ്രസ്സ് റെഡി ആക്കി കൊടുക്കാം. കണ്ണ കഴിഞ്ഞടാ മതി. എത്ര നേരം പല്ലിപ്പ് തുടങ്ങിയിട്ട് മതി. വേഗം പല്ലേക്ക്.
എപ്പോ ദോശ കഴിച്ചു? രാത്രി ഒന്നും കഴിക്കാതെ കിടന്നതാണ്. ആ നൂഡിൽസ് ഒരു വായ കഴിച്ചിട്ട് അങ്ങനെ കിടന്നതാ. വെള്ളമൊക്കെ വൈകി. അവിടെ ഇരുന്നോ. നോയി കുയ്യൊന്നുമില്ല, നീ ഇപ്പൊ കഴിക്കി. ചുമക്കാണ് തുമ്മാണ്. ഇപ്പൊ അവിടുന്ന് വന്ന് ചുമ ഇത്രയും നേരം ഉണ്ടായിരുന്നില്ല. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആർമി ഡ്രസ്സാണ്. ഇതിൽ കുറേ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്നലെ ഈ വിസിലൊക്കെ കണക്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഞാൻ അതിൻ്റെ ആ മോഡലിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഇത് രാത്രി കണക്ട് ചെയ്ത് വെച്ചാണ്. എന്നിട്ട് അതുപോലെ മടക്കേൻ്റെ ഉള്ളിൽ വെച്ചാണ്. ഓക്കെ, കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് അമ്മ ഇട്ടുതരാം കേട്ടോ. തൊപ്പി സാധനങ്ങളൊക്കെ അടിപൊളി സാധനം കേട്ടോ. എന്തായാലും ഈ വിലയ്ക്ക് വർത്താണ്. കാരണം കഴിച്ചിരിക്കുക, അപ്പോഴേക്കും അമ്മ കുളിച്ചിട്ട് വരാം. കുഞ്ഞാറ്റ് എന്നാലും മാറ്റി വെച്ചത് വാൾ പേപ്പർ കളിച്ചിട്ട്. കുറേ പേർക്ക് താലി സിന്ദൂരത്തിനോട് വലിയ വിശ്വാസം ഉണ്ടാവില്ല. നമുക്കതുണ്ട് കേട്ടോ. എന്താ വന്നു, ഞാനൊന്നും ഒരുക്കാൻ പോയതല്ലേ.
കുട്ടീൻ്റെ ഇടയില് താത്തിട്ട് ഒഴിക്കുന്നുണ്ട്. കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ. ഓ മാസ് കണ്ട മാസ്. ഇനി ഷൂ കൂടെ ഇട്ട അടിപൊളി. അടിപൊളി അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഷൂ കൂടെ ഇടാ, എന്നിട്ട് റെഡി ആവാട്ടോ. ഫാൻസി ഡ്രസ്സാണല്ലേ ഇന്ന് നമ്മള്. തോക്കൊക്കെ തരടാ. അയ്യോ വരും വരെ തോക്കും. ബസ് പോയാൽ നിങ്ങൾ കൊണ്ട് വിടുക, അത്ര തന്നെ. രണ്ടാമത് ആലോചിക്കാൻ നോക്കാം. ഇത്രയും കഷ്ടപ്പെട്ടതേ. ക്യാഷ് തീരെ കാണണം. ആ പോട്ടെ പോയി പോട്ടേ. പഠിക്കേണ്ടതൊന്നും അല്ലല്ലോ, ഇതന്നല്ലേ പരിപാടി. വൈകുന്നേരം കാണിച്ചു കൊടുക്കാം. തിരിച്ചു വരുമ്പോൾ ബസ്സിന് പോയിട്ടുണ്ടാവില്ല. കളയരുത് കേട്ടോ. ഇക്ക് ഞാൻ ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് പോയാൽ മതി. ഓക്കെ നോക്കൂട്ടാ. ഇത് എടുക്കേണ്ട സമയത്ത് എടുത്താൽ മതി. ആ അടിപൊളി അടിപൊളി അടിപൊളി. ഇങ്ങനെ പിടിക്കും. സല്യൂട്ട്. സ്റ്റാൻഡിറ്റീസ് അറ്റൻഷൻ സല്യൂട്ട്. സ്റ്റാൻഡിറ്റീസ് അറ്റൻഷൻ സല്യൂട്ട്. സല്യൂട്ട്. തിരിച്ചു പിടിക്കും ഇങ്ങനെ. സല്യൂട്ട്. മതി 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 മതി. സ്റ്റാൻഡിറ്റീസ്. അത് അങ്ങനെ അല്ലടാ, തിരിച്ചാണ് കുത്തേണ്ടത്. നീ ഇപ്പൊ കുത്തണ്ട, ഞാൻ വെച്ചു തരാം. സ്റ്റാൻഡിറ്റീസ് അറ്റൻഷൻ സല്യൂട്ട്. ഇങ്ങനെടാ, ഇങ്ങനെ തിരിച്ചുപിടി. ഇങ്ങനെ. ആ സല്യൂട്ട്. ജയ് ഹിന്ദ്. എന്നാ ജയ് ഹിന്ദ്. ആ ശരി. ഇവിടെ നോക്ക്, ജയ് ഹിന്ദ് പറഞ്ഞ നോക്കട്ടെ. കണ്ണ ജയ് ഹിന്ദ്. ഇങ്ങോട്ട് നോക്കി പറ. പട്ടാളക്കാരൻ നമ്മൾ നോക്ക് തിരിഞ്ഞ. ബസ് പോയി വേണ്ടേ, ഞങ്ങളുടെ കൂടെയാണ് അല്ലേ. പക്ഷെ ബസ് വന്നിട്ടില്ല. മനുഷ്യനെ പറ്റിക്കാൻ പറ്റപ്പോട്ടെ. ഞാൻ അതെടുത്ത് കളിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കളഞ്ഞിട്ടില്ല. നാരായണിയോ എന്തോ. കണ്ണ കണ്ണ അമ്പു അവിടെ നടന്നു വരുമോ? അവിടെ നടന്നു വരുമോ? എടാ മോളിക്ക് നോക്കി സ്ട്രൈറ്റ് ആയിട്ട് നടന്നതാ, നിരങ്ങി നടക്കാതെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല 11:30 എത്തും. കഴിഞ്ഞ തവണ
അതാ കുഞ്ഞാടിക്ക് ഭയങ്കര കൊണ്ട് ശരി അവന് കയറ്റുക. അങ്ങനെ അവിടെ സംസാരിച്ചില്ല എന്ന് കൊടുത്തില്ലടി. പൊട്ടെടുക്കാനാ നാളെ കുളിപ്പിക്കാന്ന് പറഞ്ഞേ. നാളെ നിറയല്ലേ ഇവിടെ അന്നപൂർണേശ്വരി അവിടെ നിറ കൊണ്ട് അവിടെ ഉണ്ട്. കതിരുണ്ടാവുന്ന 7 മണിക്ക് ശേഷം. ചേച്ചി വരാറില്ലേ വാങ്ങാൻ? നാളെ എന്തായാലും കുളിപ്പിക്കാം. ഇന്ന് കുളിയില്ല. ഞങ്ങളല്ലെങ്കിൽ 1.5 കുളിക്കാരാ. അപ്പം അങ്ങനെ അമ്പലത്തിലും പോയി തൊഴുതു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു. എനിക്ക് എല്ലാ വ്ളോഗേഴ്സിനെയും പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ വെച്ച അമ്പലമൊക്കെ ഉണ്ട്. ഇത് ഈ പെണ്ണാണി ഒഴിഞ്ഞെരിഞ്ഞ് പോകണം. ഇനി അടുത്ത ടാസ്ക് ഉണ്ട്. അഭിനയ കുട്ടിയെ ഒന്ന് റെഡിയാക്കണം. 11:15 കഴിഞ്ഞ പ്രാവശ്യം 12 മണിയൊക്കെ കഴിഞ്ഞു. ഈ പ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വേഗം പണിയൊക്കെ തീർത്ത് അഭിനയം റെഡിയാക്കണം. അതാണ് അടുത്ത ടാസ്ക്. വേതാളം ഡൈപ്പർ ലീക്കാവണ്ടാട്ടാ. വേതാളം താക്കോല് കൊടുക്കുക. അതാ എങ്ങനെ കുനിയും എടുത്തരണ്ട. കുട്ടി വേണ്ടാട്ടാ. ചെവിക്കൊരു കടി കൊടുക്കോ. ഇല്ല ഹായ് അതൊന്ന് പിടിച്ചൊന്ന് തിരികെ രസമുണ്ടല്ലേ ഇന്ന്. അപ്പൊ എങ്ങനെ കെട്ടണം? പോണിട്ടേല പോണിട്ടേല് കെട്ടാന്നാ. അപ്പൊ അതിലെന്തെങ്കിലും വെറൈറ്റി ചെയ്യണം. ഓക്കെ എന്തൊക്കെയാണ് ആക്സസറീസ് കാണിച്ചു തരൂ? ഓക്കെ സന്തോഷം. ഓ വേറെ ഞാൻ മറ്റേ ഫേസ് സ്കാനറ ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീൻ വൺ ഫൗണ്ടേഷൻ. എൻ്റെ കയ്യിൽ ആകെപ്പാട് ഇതേ ഉള്ളു. ഇത് അനുവിൻ്റെ കല്യാണത്തിനെടുത്ത 1 കൊല്ലമായിട്ടോ. എപ്പോഴും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ്. പിന്നെ എന്താ പൊട്ട് വയ്ക്കണ്ടേ? എല്ലാ വെറൈറ്റി പൊട്ടും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അവിടെ ഒരു കുറുമ്പിനെ കണ്ടോ? ചത്തുമാ തല്ലലും പൊളിക്കലൊക്കെയാണ്. കണ്ട ഈ വീട്ടിൽ മുഴുവൻ റോസ് വെച്ചിരിക്കണ്ട. നമ്മുടെ വീട്ടിലെ റോസാണ്. ഫുള്ള് റോസ്. ചത്തുമാ അവൾക്ക് ഇനി ഇഡ്ഡലി കൊടുക്കണം. ആ കട് പട്ടാളക്കാരനെ പറഞ്ഞേച്ച് തുടങ്ങാം. ഞാൻ ഈ സാധനം ഒന്ന് കൊട്ടട്ടെ. എന്ത് ക്രയോൺസാ? ഇതെന്തിനാണ്? ഹായ്. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ അവിടെ. ഓ അങ്ങനെയാ. ഓയ് അടിപൊളിട്ടാ. ഏയ് രസമുണ്ടല്ലേ. ഇതൊക്കെ എന്താ? ഇത് ലിപ്സ്റ്റിക്കാ. ഇതൊക്കെ ഐ ഷാഡോ. ഇത് മറ്റേ ബ്ലഷ് പോലത്തുള്ള സാധനം അല്ലേ? ഇത് പൂപ്പലടിച്ചുട്ടാ. ഇതൊക്കെ എടുത്ത് ഉപയോഗിച്ചോട്ടോ. കാരണം ഇതൊക്കെ ഡേറ്റുള്ള സാധനമാണ്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം എന്നാൽ ട്രാൻസിഷൻ വീഡിയോ എടുക്കട്ടെ.
മോയ്സ്ചറൈസർ. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇതും കൂടെ ചേർത്തി മിക്സ് ചെയ്യും. ധാരാളം മതിയാവും. ആദ്യം എടുത്ത് ഇതൊന്നും പോയി അതൊക്കെ എന്തെന്ന് പറഞ്ഞാൽ കഴിക്കിയതാണ്. അവസാനം ഇത് തീർക്കാൻ പെട്ട പാടെ എനിക്കറിയാം. അബി കുറച്ചും കൊണ്ട് വരുമോ? മുടി ഒന്ന് ഇതാക്കും. നമുക്ക് മറ്റേ സ്പോഞ്ച് ഇല്ലേ, അതൊക്കെ വാങ്ങണം. അടുത്ത മേക്കപ്പ് ആകുമ്പോഴേക്കും ഒക്കെ റെഡിയാണ്. ഉണ്ടല്ലേ നേഹ ചേച്ചിയുടെ മേക്കപ്പ് സാധനം. ഇച്ചിരി ഭൂതം കണക്കിനുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയാൻ ഫേസ് ചെയ്ത് പറയാം. മറ്റേ പൗഡർ വെച്ചു എനിക്ക് പ്രശ്നമില്ല. വേറെ പക്ഷേ ബ്രൗൺ ini bersih aja kamu. Ini kotor banget. Ini kotor banget tekan naik banget. Bersih lah. Bersih lagi. Ini benar.
ഈ നടുന്നേരം കാണുന്നുണ്ടോ? ഉണ്ടോ? പോണി ടൈം പോലെ മൊത്തത്തിൽ എടുത്തിട്ട് ഇങ്ങനെ കേട്ടോ. കേട്ടെ കുഞ്ഞാറ്റയുടെ അതിൽ പണ്ടെടുത്ത് തരുമോ? ഇവിടെ നോക്കട്ടെ. ഞാൻ ശരി നോക്കിണ്ടേ പക്ഷെ തിരിവ് ടെസ്റ്റ് ചെയ്താൽ ബാക്കിയുള്ള ഫോണിൽ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞിങ്ങനെ കുറച്ചുകൂടെ പൊക്കണം. ശരിക്കും പൊക്കണം. ബണ്ണോടാ നീരല്ലേ പോവാൻ കണ്ണനി അതേപോലെ അഭിനയും നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി നമ്മൾ പറഞ്ഞേച്ചു. എനിക്കറിയാവുന്ന മേക്കപ്പാണ് ഞാൻ ചെയ്തത്. പിന്നെ അഭിനയിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നതെല്ലാം. മുടി കെട്ടുന്നതാണെങ്കിലും മേക്കപ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ എന്നെ പുകഴ്ത്തി പറയിപ്പിച്ച് വീഡിയോ എടുക്കണ്ടല്ലോ എന്നല്ലേ ഉണ്ടായിരുന്നു പറഞ്ഞു. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഒക്കെ സെറ്റായി. ഓൾറെഡി 9 മണിയായിട്ട് അഭിനയം പോകുമ്പോൾ ആൾ സ്കൂൾ ലീഡറും കൂടെയാണ്. 4ാം ക്ലാസ് വരെ ഉള്ളൂ ആ സ്കൂൾ. പക്ഷേ LP സ്കൂളാണ്. അപ്പോൾ ആള് സ്കൂൾ ലീഡറാണ്. നേരം വൈകിട്ട് അങ്ങനെ ഓടായിരുന്നു. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ 2 ഫോട്ടോയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ. എനിക്ക് ഒരുപാട് പ്രൗഡായി തോന്നുന്നു. കണ്ണൻ്റെ വേഷം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒത്തിരി ഇഷ്ടമായി. എനിക്ക് പൊതുവെ ആർമി യൂണിഫോമിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ആർമി ഡ്രസ്സ് അതേപോലെ പോലീസ് ഡ്രസ്സ് യൂണിഫോം ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എനിക്ക് എന്താ പറയുക കാണുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കണ്ണ് നിറഞ്ഞു വരുമായിരുന്നു കണ്ണിൽ കാണുമ്പോൾ. എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ശരിക്കും ഹാപ്പിയാണ്. അതേപോലെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് ആ ഡ്രസ്സ് കേട്ടോ. വർത്ത് എന്ന് പറഞ്ഞാൽ വർത്താണ്. കാരണം നമ്മുടെ ഈ ഫാൻസി ഡ്രസ്സിന് നമ്മളിപ്പോൾ വാടകയ്ക്ക് വാങ്ങണമെങ്കിൽ കൂടെ ഒരു 350-400 വരും. പക്ഷേ ഒരു 200 സംതിങ്ങിന് തന്നെ നമുക്ക് മീഷോയിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞ തവണ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈമിന് എന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പാണ് നമ്മൾ അറിഞ്ഞത് ഫാൻസി ഡ്രസ്സിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. 20-ാം തീയതി മറ്റാണ്, ഓഗസ്റ്റ് 20-ന് മറ്റേ തിരിച്ച് കിട്ടിയത്. എന്ന് വെച്ചാൽ ബുക്ക് ചെയ്ത സാധനം കിട്ടിയത്. ആകെ വിഷമമായിരുന്നു. അപ്പോൾ 14-ാം തീയതി തലേ ദിവസം ഓഗസ്റ്റ് 14-ന് ഞാൻ ഏട്ടയെ കൊണ്ട് ഒരു കുർത്ത, വൈറ്റ് കുർത്ത വാങ്ങാൻ പറഞ്ഞു. അതിന് 230 രൂപ, വെറും കുർത്തയ്ക്ക് മാത്രം കേട്ടോ. 230 രൂപ ആയി. 4 വയസ്സുള്ളൊരു കുട്ടിയുടെ കുർത്ത വാങ്ങാൻ കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, കുർത്തിയും പാൻറ്റും കൂടെ 100 സംതിങ് 200 സംതിങ് അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഫാൻസി ഡ്രസ്സ് അങ്ങനത്തെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നേരത്തെ കാലത്ത് നമ്മൾ ബുക്ക് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ എല്ലാം പക്കായിട്ട് ചെയ്തു. ഞാൻ ഓഗസ്റ്റ് എന്നല്ല, എന്താ പറയുക, ജൂലൈ ലാസ്റ്റ് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ എനിക്കത് കിട്ടുന്നത് പോലെ ആക്കി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഉണ്ടാവുമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ബുക്ക് ചെയ്തു. ശരിക്കും പ്രൗഡായിട്ടുണ്ട് എനിക്ക്. അതുപോലെ എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ഏട്ടയ്ക്കും എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റിങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏട്ടനെ കണ്ട് തീർന്നില്ല. അങ്ങനെ പിന്നെന്താ,
അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവരും പ്രൗഡ് ടു ബി ഇന്ത്യൻ. ജയ് ഹിന്ദ്.